പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോസാറ സ്നെയിൽ മ്യൂസിന്റെ എന്റെ എക്സ്പീരിയൻസും അതിന്റെ ബാക്കിലുള്ള ഒരു അഗ്ലി സ്റ്റോറിയും ആൻഡ് എനിക്ക് എങ്ങനെ അത് വർക്കായി, അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആഗ്രഹമുണ്ടോ, അതോ അത് വേഴ്സ് പ്രൊഡക്റ്റ് എന്നതിനെ പറ്റി എന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. സോ വെൽക്കം ടു മൈ വീഡിയോ. നമ്മളെല്ലാവരും നമ്മൾ വളർന്നു വരുന്നോളം നമ്മുടെ സ്കിന്നിനെ പറ്റിയും ബോഡിയെ പറ്റിയും എല്ലാം ഭയങ്കര കൺസേൺ. എല്ലാവരും ഫെയർ സ്കിൻ വേണമെന്നല്ല പറയണേ, സ്കിൻ ഹെൽത്തി ആയിരിക്കാനും ഗ്ലോ ആയിരിക്കാനും ഭയങ്കര ഇഷ്ടമല്ല. ആസ് എ ബിഗിനർ നമ്മളൊരു സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ പറ്റി ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. സോ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലായിരിക്കും നമുക്ക് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കണ്ട എല്ലാ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നോ ട്രൈ ചെയ്തിരിക്കും. ചിലതൊക്കെ റിസൾട്ട് കിട്ടും, പക്ഷെ നമുക്ക് അറിയില്ലായിരിക്കും നമ്മുടെ സ്കിന്നിന് ഏത് പ്രൊഡക്റ്റാ വേണ്ടത്, നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയില്ലായിരിക്കും. ആസ് എ ബിഗിനർ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു എന്റെ സ്കിൻ ഏതാണെന്നും എനിക്ക് ഏത് പ്രൊഡക്റ്റ് മാച്ച് ആവുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് പിന്നെയാണ് നമ്മുടെ സ്കിന്നിനെ പറ്റി കൂടുതൽ പഠിക്കാനും നമുക്ക് ഓരോ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മുടെ സ്കിൻ ഏതാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഏത് പ്രൊഡക്റ്റ് വർക്ക് ആവുന്നുണ്ട് നോക്കിയത് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ. ഞാൻ അതിന്റെ ഭയങ്കര ഫാനാണ്. എനിക്കും ഗ്ലോയി ഗ്ലാസ് സ്കിൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ അതിന് പുറകെ പോയപ്പോഴാണ് കോസാറസിന്റെ സ്നെയിൽ മ്യൂസിൻ ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നു. ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്നു, ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ റേറ്റ് എനിക്ക് ഒട്ടും അഫോർഡബിൾ അല്ല. റിവ്യൂ നോക്കുന്ന സമയത്ത് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂ കിട്ടിക്കൊണ്ടിരുന്നില്ല. അത് എന്തിനാ യൂസ് ചെയ്യണേന്നും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണേന്നും എനിക്ക് അങ്ങനെ പ്രോപ്പർ ആയിട്ട് റിവ്യൂ ഒന്നും കിട്ടിക്കൊണ്ടിരുന്നില്ല. പക്ഷെ ഒത്തിരി ആൾക്കാർ അത് പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ അത് വാങ്ങിച്ചിട്ട് നല്ലതാണെന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ എന്റെ കൊച്ചു പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ട് ഒരു ടൈം എനിക്ക് പിങ്ക് ഫ്രൈഡേ സെയിൽ എന്തോ വന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ഓഫറിന് എന്തോ അത് എനിക്ക് കിട്ടിയേക്കണേ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കൺസിസ്റ്റൻസി വന്നിട്ട് ഭയങ്കര ഒരു മ്യൂസിൻ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എനിക്ക് അങ്ങനെ വിയേർഡ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം മേ ബി ഞാൻ എന്റെ സ്കിന്നിനെ പറ്റി കൺസേൺഡ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വിയേർഡ് ആയിട്ട് തോന്നില്ല. ഇതാണ് ആ സാധനം. ഇത് വന്നിട്ട് കോസാറസ് എന്ന ബ്രാൻഡിന്റെ അഡ്വാൻസ്ഡ് സ്റ്റെയിൽ 98 മ്യൂസിൻ പവർ എസൻസ് ആണ്. ആൻഡ് ഇത് കുറച്ച് പേരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് അവർക്ക് അറിയില്ലായിരിക്കും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഇത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ഇപ്പൊ ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ടോണർ യൂസ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു സെറം യൂസ് ചെയ്യണമെങ്കിൽ സെറം യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ എസൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഇത് ഭയങ്കര കുറച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇതൊരു ഭയങ്കര സ്റ്റിക്കി ഒരു കൺസിസ്റ്റൻസിയാണ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ഫീൽ ആണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടി. അതിന്റെ പുറകിൽ ഒരു അഗ്ലി സ്റ്റോറി ഉണ്ട് എനിക്ക് ശരി. ഞാനാണത് യൂസ് ചെയ്യാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്റെ ഹോസ്റ്റൽ മേറ്റ്സ് അതിങ്ങനെ സ്നെയിൽഡ് ഇല്ലാണ് ആ മ്യൂസിൻ ഉണ്ടാക്കണേ. അത്ര 97% എന്തോ മ്യൂസിനാന്ന് അറിഞ്ഞപ്പോ അവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ വിയേർഡായിട്ട് ഇങ്ങനെ അയ്യോ തൊടല്. ഞാനിപ്പോൾ അതാണ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ പറയും എടാ എനിക്ക് ഗ്ലോ പോലെ തോന്നുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് മാറിയെന്ന് വെച്ചാൽ അവർ ഭയങ്കര വിയേർഡ് ആൻഡ് വേഴ്സ്റ്റ് ആയിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഓക്കെ ഇത് വീഗൻ അല്ല, അതെനിക്കറിയാം. പക്ഷെ എനിക്ക് ഒരു പ്രൊഡക്റ്റ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പക്ഷെ എനിക്ക് എപ്പോഴും വാങ്ങിക്കാൻ അഫോർഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട കാര്യമാണ്. എനിക്ക് അതിന് മെയിൻ ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റ് ആൻഡ് ഒരു ഡ്രൈ കൺസിസ്റ്റൻസി ഉള്ള ഒരു സ്കിന്നാണ്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ എനിക്ക് സ്നെയിൽ മ്യൂസിൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും അതിനെ റിവ്യൂ പറയുന്ന സമയത്ത് കുഞ്ഞു ടൈനി ബംസ് അവരുടെ മുഖത്ത് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ഗ്ലോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ സ്കിൻ ഭയങ്കര മാറ്റായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് പുറത്തുനിന്ന് ജസ്റ്റ് പോണ സമയത്ത് ജസ്റ്റ് അത് അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഗ്ലോയി വേറെ ഒരു ഹൈലൈറ്ററോ പ്രൈമറോ ഒന്നുമില്ലാതെ നല്ലൊരു ഗ്ലോയി സ്കിന്ന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്കിത് ഷെയർ ചെയ്യണം തോന്നി. കാരണം ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ തപ്പി നോക്കിയപ്പോൾ എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നെ പോലത്തെ സാധാരണക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇത് വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിച്ചിട്ട് അത് ബാഡ് റിസൾട്ട് ആയാൽ അത് അറ്റ്ലീസ്റ്റ് വേഴ്സ്റ്റ് റിസൾട്ട് ആയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്റെ പേഴ്സണലി ഹോണസ്റ്റ് റിവ്യൂ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചു ഏകദേശം എല്ലാം തന്നെ വീഗൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്തോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര സ്ട്രൈക്ക് ആയിട്ട് ഇത് വാങ്ങിക്കണം, ട്രൈ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം മൂത്തിട്ട് ഞാൻ ഇത് വാങ്ങിച്ചേക്കണായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ പ്രൊഡക്റ്റ്. ആൻഡ് ഇതാണ് ഞാൻ വാങ്ങിച്ച സ്നെയിൽ മ്യൂസിൻ. ഏകദേശം ഇത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് യൂസ് ചെയ്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹൈഡ്രേഷനും ഗ്ലോയും നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ഐ ആം വെരി ഹാപ്പി വിത്ത് ദിസ്. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഈ സ്നെയിൽ മ്യൂസിൻ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ഇതിന്റെ ഒത്തിരി ഡ്യൂപ്സ് ഈ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മീഷോയിലാണെങ്കിലും ആമസോണിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഡ്യൂപ്സ് അവൈലബിൾ ആണ്. നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് നൈക്കന്നാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു 1500 എന്തോ ആണ്. ഈ നൈക്ക സെയിലൊക്കെ വരുന്ന സമയത്ത് ഏകദേശം എനിക്ക് 1250 ഒക്കെ കിട്ടിയിട്ടുണ്ട്. 1450 അങ്ങനെയൊക്കെ കിട്ടും. ആൻഡ് 700, 600, 500 റുപ്പീസ് ഒക്കെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം സിമിലർ ബോട്ടിൽ, പക്ഷെ എന്തൊക്കെയൊക്കെ കുറച്ച് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതൊന്നും വാങ്ങിച്ചിട്ട് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുക.
സോ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഓതറൈസ്ഡ് ബ്രാൻഡ് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് കമന്റ് ചെയ്യാം. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാനൊരു 5 months എന്തോ ആയിരുന്നു. എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭയങ്കര മാറ്റ് ആയിട്ടുള്ള ഒട്ടും ഗ്ലോയി അല്ലാത്ത ഒരു സ്കിന്ന് അത്യാവശ്യം നന്നായി ഗ്ലോയി ആവാനും നല്ല സ്കിന്ന് ക്ലിയർ ചെയ്യാനും അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാനൊന്നല്ല, അതിന് ഞാൻ വേറെ സെറംസ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൂടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാൻ ആൻഡ് നന്നായിട്ട് അടിപൊളിയായിട്ട് എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആർന്ന് ഇങ്ങനെ തണുപ്പൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ എക്സ്പോലിയേറ്റ് ചെയ്യുന്ന അങ്ങനെ പൊളിഞ്ഞു പോണ കണ്ടീഷനൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം ഇപ്പൊ നമ്മൾ ഈ മ്യൂസിയലിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒത്തിരി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സെറംസ് അവൈലബിൾ ആണ്. ഹൈലറോണിക് ആസിഡിന്റെ ഒത്തിരി സെറംസ് അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് കുറച്ചും കൂടെ ഒരു ഗ്ലോയി അവർക്ക് ഇതിലേക്ക് വരണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ പറഞ്ഞായിരുന്നു ടൈനി ബംസ് വന്നായിരുന്നു, കുറച്ച് പേർക്ക് ഒട്ടും റിസൾട്ട് കിട്ടിയില്ല എന്ന്. എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ ഇതിന് ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് ഇപ്പൊ ഒത്തിരി ബ്രാൻഡ് ഇത് കോസാറക്സ് എന്ന ബ്രാൻഡ് ഇപ്പൊ ഒത്തിരി ബ്രാൻഡിൽ സ്നെയിൽ മ്യൂസിന് അവൈലബിൾ ആണ്. ഇതിനേക്കാൾ ഭയങ്കര റേറ്റ് കുറവാണ്. ഏകദേശം ഒരു 500-600 പല ബ്രാൻഡിൽ സ്നെയിൽ മ്യൂസിന് അവൈലബിൾ ആണ്. നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് സ്നെയിൽ മ്യൂസിൻ തന്നെ വേണമെന്നില്ല, ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഹൈലറോണിക് ആസിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ സ്കിന്നിന് വന്ന ചേഞ്ചസ് എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാവും. കാരണം വെച്ചാൽ ഞാൻ സ്കിൻ കെയർ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല. ആസ് എ ബിഗിനർ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ സ്കിൻ കെയറിലേക്ക് വരുന്നത്. സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ഒരിക്കലും കുരു വരില്ല, ഒരിക്കലും പാട് വരില്ല എന്നല്ല. ഈ കുരു വരാൻ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഷുഗർ കഴിക്കുന്ന എത്ര അളവ് കൂടുന്നോ അത്രത്തോളം എനിക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് അങ്ങനെ ഓയിലി ഫുഡിലേക്കല്ല എനിക്ക് പിമ്പിൾസ് വരുന്നത്. എനിക്ക് ഷുഗർ കണ്ടന്റുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്ക് പിമ്പിൾസ് വരുന്നത്. നിങ്ങൾ സ്കിൻ കെയർ ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല. നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, നിങ്ങൾ ഹെൽത്തി ആയിട്ട് വർക്കൗട്ട് ചെയ്യുക, നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, 8 hours ഓഫ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ തന്നെ നമ്മുടെ സ്കിന്നും നമ്മുടെ ബോഡിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും. അതിൻ്റെ കൂടെ ഈ സ്കിൻ കെയർ കൂടെ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് സ്കിന്ന് ഗ്ലോ ആവാനും ഹൈഡ്രേറ്റ് ആവാനും നല്ല ഒരു കോംപ്ലക്സ് കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.